അടിയന്തരാവസ്ഥ ഒരു ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് നിങ്ങൾ തീരുമാനിക്കും. പക്ഷേ ചരിത്രത്തിലെ ചില സത്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അവതരിപ്പിക്കാം. അടിയന്തരാവസ്ഥ ജൂൺ 12 ഇന്ദിരാഗാന്ധിയെ തെരഞ്ഞെടുപ്പിൽ നിന്നും വിലക്കിയപ്പോഴുണ്ടായ ഇന്ദിരാഗാന്ധിയുടെ പ്രതികരണമാണ് എന്ന് പറയുന്ന ശുദ്ധ അസംബന്ധത്തെ മാറ്റിവെക്കുക. അടിയന്തരാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ 1973 മുതൽ ആരംഭിക്കണം. വിലക്കയറ്റത്തിനെതിരെ നടത്തിയ ഒരു സമരത്തിൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തപ്പോൾ ബീഹാറിലെയും ഗുജറാത്തിലെയും വിദ്യാർത്ഥികളെ കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുടുചോറെടുപ്പിക്കുന്നത് പോലെ ചില നേതാക്കന്മാർ തെരുവിലിറക്കി യുദ്ധക്കളമൊരുക്കി. ഒരാഴ്ചക്കുള്ളിൽ 27 കുട്ടികളുടെ മൃതദേഹം ഇന്ത്യ കണ്ടു. ഉത്തർപ്രദേശില് പോലീസുകാരെ കൊണ്ട് കലാപം നടത്തിച്ചു. 35 കോൺസ്റ്റബിൾമാര് പട്ടാളക്കാരുടെ വെടിയേറ്റ് മരിച്ചു. 22 ദിവസക്കാലം ഇന്ത്യയിലെ റെയിൽവേയെ സ്തംഭിപ്പിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ മൊത്തമായി തകർക്കാനുള്ള ശ്രമം നടത്തി. ഇങ്ങനെ നീണ്ടുപോകുന്ന സമര പ്രഖ്യാപനങ്ങൾക്കിടയിലൊക്കെ ഇന്ദിരാഗാന്ധിയെ പുറത്തു നിർത്തുക എന്നല്ലാത്ത മറ്റൊരു ആൾട്ടർനേറ്റീവിനെ കുറിച്ചും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ജയപ്രകാശ് നാരായണൻ എന്ന് പറയുന്ന ഒരു നേതാവ്, അതുവരെ ഗാന്ധിയൻ ശിഷ്യൻ എന്നുള്ള രീതിയിൽ ഖ്യാതി നേടിയ നേതാവ്, ഇന്ത്യക്കാരായ ഒരുപാട് യുവാക്കൾ പ്രതീക്ഷ അർപ്പിച്ച നേതാവ് ജനങ്ങളോട് പറഞ്ഞു, 1 വർഷക്കാലം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കൂ, ഞങ്ങൾ ശരിയായ ജനാധിപത്യം കൊണ്ടുതരാമെന്ന്. 1 വർഷക്കാലം കർഷകരോടും വ്യവസായികളോടും മറ്റ് ജനങ്ങളോടും മുഴുവനും നികുതി അടയ്ക്കരുത് എന്നാവശ്യപ്പെട്ടു. അധ്യാപകന്മാരോടും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരോടും ജോലി ചെയ്യരുത് എന്നാവശ്യപ്പെട്ടു. പട്ടാളക്കാരോട് സർക്കാരിനെ അനുസരിക്കരുത് എന്നാവശ്യപ്പെട്ടു. ഇത് ബ്രിട്ടീഷ് സർക്കാരിനോടുള്ള കാലത്തുള്ളതിനേക്കാളും ഹിംസാത്മകമായ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളായിരുന്നു അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ സർക്കാരിനോട് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് നിന്ന് പ്രതികരിച്ചത്. ഒരു തരത്തിലും സർക്കാരിന് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നവർ അവരുടെ നയം പ്രഖ്യാപിച്ചു. 1975 ജൂൺ 25 ഞങ്ങൾ പ്രധാനമന്ത്രിയെ വീടിനകത്ത് ഘരാവോ ചെയ്യുമെന്നും അവർ പ്രധാനമന്ത്രി പദം ഒഴിയുന്നത് വരെ ഞങ്ങളുടെ അനുകൂലികൾ അവരെ തടഞ്ഞു വയ്ക്കുമെന്നും, അഥവാ പ്രധാനമന്ത്രി പദം ഒഴിയുന്നില്ല എങ്കിൽ ഒരു ജാലിയൻ വാലാബാഗ് കാണാൻ തയ്യാറായിക്കോളൂ എന്നും മൊറാർജി ദേശായി ഭീഷണി മുഴക്കി. ഈ സമരങ്ങൾക്കൊക്കെ വലിയ പിന്തുണ ലഭിച്ചതും നേതൃത്വം കൊടുത്തതും RSS എന്ന് പറയുന്ന ഒരു കേഡർ സംവിധാനമാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടത് മുഴുവനും ABVP നേതൃത്വം കൊടുക്കുന്ന വിദ്യാർത്ഥി സംഘടനകളാണ്. അന്നേ വരെ ജനാധിപത്യ ഇന്ത്യ മാറ്റിവെച്ചിരുന്ന ഈ വർഗീയ കക്ഷികൾക്ക് ഒരു ക്ലീൻ ചീട്ട് നൽകുകയായിരുന്നു ജയപ്രകാശ് നാരായണൻ ചെയ്തത്. ഒരുപക്ഷെ പഴയ കാലത്തെ അണ്ണാ ഹസാരെ ആയിരുന്നു ഈ ജയപ്രകാശ് നാരായണൻ. ഇനി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിനെ കുറിച്ച് പറഞ്ഞാൽ, ജൂൺ 12 അലഹബാദ് ഹൈക്കോടതി നിശ്ചയിക്കുകയാണ് ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കുകയാണ്. പ്രധാനമന്ത്രിയായി തുടരാൻ കഴിയില്ല, ഒരു തരത്തിലുള്ള ഔദ്യോഗിക ചടങ്ങിലും പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന്. പക്ഷേ ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയി. അന്ന് അവധിക്കാല ബെഞ്ചിന്റെ തലവനായിരുന്ന VR കൃഷ്ണയ്യർ, അദ്ദേഹം ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ആളാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും പിന്നീടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പെരുമാറ്റങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ്. ഇന്ദിരാഗാന്ധിയെ ഒരു കാലത്തും സപ്പോർട്ട് ചെയ്യാത്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയാണ് VR കൃഷ്ണയ്യർ. പക്ഷേ ആ VR കൃഷ്ണയ്യർ നേതൃത്വം കൊടുക്കുന്ന ബെഞ്ച് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ? ഇതിനെക്കുറിച്ച് സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരുന്നത് വരെ ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രി പദത്തിൽ തുടരാമെന്നാണ്. അതായത് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി കൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് ലോകസഭാ അംഗത്വമോ പ്രധാനമന്ത്രി പദമോ യാതൊരു തരത്തിലുള്ള വെല്ലുവിളിയും ഉണ്ടാക്കിയിരുന്നില്ല. രാജ്യം അങ്ങേയറ്റത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് മാറുന്നു എന്ന് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിന് ഉറപ്പുണ്ടായിരുന്നു. കാരണം ഇതിനു മുമ്പ് ലാറ്റിൻ അമേരിക്കയിലോ ഇന്തോനേഷ്യയിലോ യൂറോപ്പിലെ ചില രാജ്യങ്ങളിലോ ഒക്കെ ഇതുപോലത്തെ വലിയ മാസ് മൂവ്മെന്റുകൾക്ക് ശേഷം വ്യക്തമായ ആൾട്ടർനേറ്റീവ് പറയാതെ സർക്കാരിനെതിരെയുള്ള മാസ് മൂവ്മെന്റുകൾക്ക് ശേഷം അവിടെ സംഭവിച്ചത് അങ്ങേയറ്റത്തെ ഫാസിസ്റ്റിക് റിഗായുമായിരുന്നു, അല്ലെങ്കിൽ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ഉദയമായിരുന്നു.
അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ജനാധിപത്യ മര്യാദകളെ നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പദത്തിൽ നിന്നും മാറി നിൽക്കാതെ ഭരണഘടന അനുവദിച്ചിട്ടുള്ള ആർട്ടിക്കിൾ 352 അടിസ്ഥാനത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഒരു ഏർപ്പാടല്ല, അത് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന ഒരു നിയമമാണ്. രാജ്യത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ആന്തരികമായ ശക്തികൾ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെ വെല്ലുവിളിക്കുകയാണെങ്കിൽ അടിയന്തരാവസ്ഥ നടത്താനുള്ള അനുവാദം ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചതാണ് ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചത്. അങ്ങനെ ജൂൺ 25-ാം തീയതി എന്ന് പറയുന്ന ദിവസത്തിൽ മൊറാർജി ദേശായി ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും രാജിവെപ്പിക്കും എന്ന് പറഞ്ഞ അതേ ദിവസം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ നടപ്പിലാക്കുന്നു. അടിയന്തരാവസ്ഥ നടപ്പിലാക്കി കഴിഞ്ഞതിന് ശേഷം ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇതൊരു താൽക്കാലികമായിട്ടുള്ള അവസ്ഥാവിശേഷം മാത്രമാണ്. രാജ്യം അതിന്റെ സുസ്ഥിരമായ സ്റ്റെബിലിറ്റി തിരിച്ചു പിടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകും. അങ്ങനെ 1978 വരെ നീണ്ടേണ്ടിയിരുന്ന അടിയന്തരാവസ്ഥയെ രാജ്യത്തിന്റെ സുസ്ഥിരമായിട്ടുള്ള സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു എന്ന് ഉറപ്പിച്ചതിന് ശേഷം വിദേശ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നും പണമൊഴുകി രാജ്യത്തിന്റെ ആഭ്യന്തര കലഹമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അവസ്ഥാവിശേഷത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിച്ചതിന് ശേഷം 1977 മാർച്ചിലാണ് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അതായത് 78 വരെ കൊണ്ടുപോകാമായിരുന്നു. ഒരു ഏകാധിപത്യമായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നതെങ്കിൽ ഇനിയും മുന്നിൽ ഒരു വർഷത്തിന്റെ ഏകാധിപത്യ കാലയളവ് അവരുടെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് നടന്നത് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. 1975 ആദ്യ പാദങ്ങളിലൊക്കെ സാധാരണ ജനങ്ങൾ അടിയന്തരാവസ്ഥയെ വെൽക്കം ചെയ്തതായി പത്ര റിപ്പോർട്ടുകൾ നമ്മൾ വായിക്കുകയാണ്. പക്ഷെ 76 മുതൽ അങ്ങോട്ടുള്ള കാലങ്ങളിൽ അടിയന്തരാവസ്ഥയെ ദുരുപയോഗം ചെയ്ത ഏതാനും ചില രാഷ്ട്രീയ നേതാക്കന്മാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും ജനങ്ങളുടെ മേലെ കുതിര കയറാൻ തുടങ്ങുന്നു എന്ന് വന്നപ്പോ അടിയന്തരാവസ്ഥ എന്ന ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഒരു ടൂളിനെ ജനങ്ങൾക്കെതിരെയുള്ള വെപ്പണായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കി ഇന്ദിരാഗാന്ധി എത്രയും പെട്ടെന്ന് അടിയന്തരാവസ്ഥ പിൻവലിക്കുകയായിരുന്നു. ആ തെറ്റിന് ഇന്ദിരാഗാന്ധി മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി പറഞ്ഞു, അടിയന്തരാവസ്ഥയിൽ നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. പക്ഷെ അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച സാഹചര്യം ഒരുക്കിയവർ ഇപ്പോഴും മിണ്ടാതിരിക്കുകയാണ്. പക്ഷെ അതേ ഇന്ദിരാഗാന്ധി ചെയ്തത് ശരിയായിരുന്നു എന്നും 977 മുതൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തി ജനം അടിയന്തരാവസ്ഥയുടെ അവസാന നാളുകളിൽ അവർക്ക് അനുഭവിക്കേണ്ട യാതനകളുടെ പുറത്താകാം. പക്ഷേ അടിയന്തരാവസ്ഥ ശരിയായിരുന്നു എന്നുള്ള ജനത്തിന്റെ ബോധ്യം കൊണ്ട് തന്നെയല്ലേ പിന്നീട് ഫിനിക്സ് പക്ഷിയെ പോലെ ഇന്ദിരാഗാന്ധി രണ്ടാമത് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇന്ന് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അടിയന്തരാവസ്ഥയെ ഇത്രയും വലിയ ഒരു വില്ലത്തരമാക്കി പ്രകടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മാത്രം മതി. അന്നത്തെ ജനങ്ങൾ എന്തുകൊണ്ട് രണ്ടാമത് ഇന്ദിരാഗാന്ധിക്ക് ഒരു അവസരം കൊടുത്തു? കാര്യം ജനത്തിനറിയാമായിരുന്നു അന്ന് അടിയന്തരാവസ്ഥ ഒരു ആവശ്യമുള്ള ഘടകമായിരുന്നു എന്ന്. രാജ്യം അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ ഇന്ദിരാഗാന്ധി എടുത്ത ഏറ്റവും സുപ്രധാനമായ സ്റ്റെപ്പാണ് അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതും കൂടെ കാണണമെന്ന് അപേക്ഷിക്കുകയാണ്.